നമസ്കാരം. ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ രാഗം തിയേറ്ററിൽ എമ്പുരാൻ സിനിമ അങ്ങനെ 200 കോടി കളക്ഷൻ നേടിയിരിക്കുകയാണ് 5 ദിവസം കൊണ്ട്. നമുക്കിവിടെ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ ഉണ്ട് കേട്ടോ. നമസ്കാരം. എങ്ങനെ 200 കോടി അടിച്ചപ്പോഴാണ് ഒരു ചായ കുടിക്കുന്നത്? നിലത്ത് നിൽക്കാൻ പറ്റിയിട്ടില്ലല്ലേ? 24 മണിക്കൂറല്ലേ? അത്ര പണിയായിരുന്നു അല്ലേ? അതല്ലേ അതല്ലേ ചായ കുടിക്കുന്നു. ഇത്ര ദിവസം ഇപ്പൊ വെള്ളം കുടിച്ചിരുന്നോ? വെള്ളം കുടിപ്പിക്കുന്ന ആൾക്കാർ കുടിപ്പിക്കായിരുന്നു. എങ്ങനെയുണ്ട് ലാലേട്ടന്റെ ഒരു സിനിമ തിയേറ്ററിൽ വന്നപ്പോൾ ആ ഒരു റെസ്പോൺസ് എങ്ങനെയുണ്ട്? ഇപ്പോഴും ഗംഭീര തന്നെയാണ്. 24 മണിക്കൂർ ഷോ, 24 മണിക്കൂർ 6 ഷോയും ഫുൾ തന്നെയാണ്. പണ്ടാര തിരക്ക് തിരക്ക് ഫാമിലിക്ക് ഒരുപാട് വരുന്നുണ്ട്. ഇതിന്റെ അകത്തെ പാർക്കിംഗ് ഫുള്ളായിട്ട് ഞങ്ങൾ പാർക്കിംഗ് വേറെ എടുത്തു. അതെ, പാർക്കിംഗ് വേറെ എടുത്തുണ്ട്. കുറുപ്പ റോഡിന്റെ അവിടെ പറയുന്നത് കേട്ടു ഞങ്ങൾ. അപ്പൊ അതൊരു ചരിത്രമായില്ല, പാർക്കിംഗ് ഏരിയ വരെ എടുത്തിരിക്കുകയാണ്. മൊത്തം ബ്ലോക്ക് അല്ലേ? അതല്ലേ, അത് കാരണം അതില്ലാതിരിക്കാനായിട്ട് ഇപ്പോൾ വേറെ പാർക്കിംഗ് കൂടി ഞങ്ങൾ എടുത്തു. എങ്ങനെ സിനിമ ഇറങ്ങിയ സമയത്ത് പിള്ളേർക്കൊക്കെ എക്സാം ആയിരുന്നു, ഇപ്പൊ വെക്കേഷൻ ടൈമാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഇടിച്ചു കയറാണ്. അതെ, ഇന്നലെ പെരുന്നാൾ ദിവസമൊക്കെ ആയിട്ട് എങ്ങനെയായിരുന്നു? അന്യായ തിരക്കില്ലേ? അപ്പൊ വിവാദങ്ങളൊക്കെ കാറ്റിൽ പറന്നു. വിവാദങ്ങൾ കൂടിയില്ലേ? കൂടിയെന്നല്ലാണ്ട് മാറ്റം വരുന്നില്ല. എന്ത് സീനാണ് ഈ കട്ടിയാൻ പോണെന്ന് പറഞ്ഞപ്പോ ആൾക്കാര് കൂടി, ആൾക്കാർക്ക് ആകാംക്ഷ കൂടി. അതല്ലേ? അതന്നെ. ഇതിപ്പോ ഞായറാഴ്ച വരെ പുലർച്ചെ 4 കൊണ്ടാണെന്നുള്ളത്. ഇപ്പൊ ഈ തിരക്ക് കാരണം വീണ്ടും ഒരാഴ്ചത്തിൽ കൂടി ഈ 4 ഇട്ടു. അതും ഫുള്ളാണ്. അല്ല, ഈ പല സിനിമകളെ 100 കോടി 200 കോടി എന്നൊക്കെ തള്ളി മറിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും എന്താണ് നമ്മുടെ ഒരു ഗാർഡാണെങ്കിലും കൂടിയിട്ട് എങ്ങനെയാണ് എന്ത് തോന്നുന്നത്? അത്രയും കളക്ഷൻ ഉണ്ടാവും എല്ലാ തിയേറ്ററിനും ഫുള്ള. ഇവിടെ 6 ഷോ ഫുള്ള ഡെയിലി 24 മണിക്കൂർ 6 ഷോ ഹൗസ് ഫുൾ ആകുമ്പോൾ ഒരാഴ്ച കൂട്ടിക്ക് ഇവിടെ 750 സീറ്റാ. 750 സീറ്റ് 6 ഷോയാണ് ഡെയിലി വെച്ചിരിക്കുന്നത്. 24 മണിക്കൂർ കണ്ടിന്യൂ ഷോ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഉറങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാൽ. അതല്ലേ, അവിടെ ഒന്ന് റെസ്റ്റ് എടുക്കുക. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇതിന്റെ പരിപാടി. ലാലേട്ടൻ വരുമോ രാഗത്തില്? ലാലേട്ടൻ വന്നാൽ ഗംഭീരായി. അല്ല, ഒരുവിധം എല്ലാ ഗസ്റ്റുകളും വരുന്നതാണല്ലോ. എപ്പോഴും മിക്ക ആൾക്കാരും വരുന്നതാണ്. അതിഗംഭീരമായി. അതല്ലേ, ഇത് ഇവിടത്തെ ഒരു ചരിത്രം വെച്ച് നോക്കുമ്പോൾ ലാലേട്ടൻ വരണം. ആന്റണി സാർ വരണം. സാറിന്റെ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ള സ്ഥലമാണ്. ഇത്രയും ഹൗസ്ഫുള്ളിൽ ഓടുന്ന തിയേറ്റർ ഇതല്ലാണ്ട് വേറെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇത്രയും സീറ്റും കൂടി ഉള്ളതല്ലേ. അതെ. അപ്പൊ 27-ാം തീയതി കണ്ട സെക്യൂരിറ്റി ചേട്ടനല്ല ഇപ്പൊ ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ, ശരീരമൊക്കെ പോയി. ഇതുപോലെ ഓടും എന്നാലും എമ്പുരാന് വേണ്ടിയിട്ടുള്ള അതാവുമ്പോ നമ്മൾ ആ സന്തോഷത്തിലാണ് പണിയെടുക്കുന്നല്ലേ. നമുക്ക് ആ ടെൻഷനൊന്നും ഇല്ല. നമ്മുടെ ലാലേട്ടന്റെ പടം അല്ല, നമ്മൾ തകർക്കന്നെ. പൊളി. താങ്ക് യു.